മഴക്കാലം അടുത്തെത്തി. മഴക്കാല പൂർവ്വ ശുചീകരണം നടന്നില്ല. മാലിന്യം നിറഞ്ഞ് ശുചീകരിക്കാത്ത ഓടകൾ. മഴക്കാലം വന്നെത്തിയിട്ടും നഗരസഭയുടെ മഴക്കാലപൂർവ്വ ശുചീകരണം മാത്രം എങ്ങുമെത്തിയില്ല. ടെൻഡർ നടപടികളിലേക്ക് കടന്നിട്ടില്ലെന്നാണ് വിവരം. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇനി ശുചീകരണം നടത്തുമ്പോഴേക്കും മഴയെത്തും. ഇതാണ് നഗരസഭയുടെ അവസ്ഥ. മെയ് മാസത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണം നടത്തിയെങ്കിൽ മാത്രമേ മഴക്കാലത്ത് മാലിന്യങ്ങളില്ലാത്ത ഓടകൾ ഉണ്ടാവൂ. നഗരസഭയുടെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെയും അനാസ്ഥ മൂലം പടിഞ്ഞാറൻ കൊച്ചിയിലെ ഭൂരിഭാഗം ഓടകളും മാലിന്യം നിറഞ്ഞ് നീരൊഴുക്ക് നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. നഗരസഭയുടെ മഴക്കാലപൂർവ്വ ശുചീകരണത്തിലെ പാളിച്ചകളാണ് ഓടകളിലെ ദുരവസ്ഥയ്ക്കിടയാക്കിയതെന്ന് നാട്ടുകാർ പറയുന്നു. ചെറിയ കാനകൾ മുതൽ വലിയ ഓടകൾ വരെ പ്ലാസ്റ്റിക്, അറവ് മാലിന്യങ്ങൾ, മരത്തടികൾ തുടങ്ങിയ മാലിന്യങ്ങളാൽ നിറഞ്ഞിരിക്കുകയാണ്. എന്നാൽ ചെറുകാനകളിൽ ശുചീകരണം നടത്തുന്നുണ്ടെന്നാണ് ഭരണകക്ഷി കൗൺസിലർമാർ പറയുന്നത്. റോഡുകളിൽ മാലിന്യം തള്ളുന്നതും പശ്ചിമ കൊച്ചിയിൽ സർവ്വസാധാരണ കാഴ്ചയായി മാറിയിരിക്കുകയാണ്. ഇതിനെതിരെ നടപടിയെടുക്കുന്നതിൽ നഗരസഭാ അധികൃതർ തയ്യാറാകാത്തതിൽ റെസിഡൻസ് അസോസിയേഷനുകളും പ്രതിഷേധത്തിലാണ്. വെള്ളക്കെട്ട് ഇല്ലാതാക്കുവാൻ നഗരസഭ വിഭാവനം ചെയ്യുന്ന പല പദ്ധതികളിലും പശ്ചിമ കൊച്ചി ഇടം പിടിക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. ജില്ലാ ഭരണകൂടത്തിന്റെയും നഗരസഭയുടെയും പല പദ്ധതികളും എറണാകുളം പട്ടണത്തെ മാത്രം കേന്ദ്രീകരിക്കുന്നതായും ആക്ഷേപമുണ്ട്. കാലാവസ്ഥാ പ്രവചനങ്ങളിൽ കനത്ത മഴയുണ്ടാകുമെന്ന് പറഞ്ഞിട്ട് പോലും കൊച്ചി നഗരസഭ വേണ്ടത്ര മുൻകരുതലുകൾ എടുത്ത് കാണുന്നില്ലെന്നും പരാതിയുണ്ട്. യുദ്ധകാലാടിസ്ഥാനത്തിൽ വേണ്ട ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ പശ്ചിമ കൊച്ചി വെള്ളക്കെട്ടിലാവുന്ന സാഹചര്യമാണ്. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.